ശബരിമലയിൽ ഭക്തജന തിരക്ക് തുടരുന്നു. തുടർച്ചയായി മൂന്നാം ദിവസവും തീർത്ഥാടകരുടെ എണ്ണം 1 ലക്ഷം പിന്നിട്ടു. ഇന്ന് പൊതു അവധി ദിനമായതിനാൽ തിരക്ക് വർദ്ധിക്കാനാണ് സാധ്യത. മണ്ഡലപൂജയ്ക്ക് മുന്നോടിയായി സന്നിധാനത്ത് പോലീസിന്റെ അവലോകന യോഗം ചേർന്നു. DGP നേരിട്ട് ക്രമീകരണങ്ങൾ വിലയിരുത്തി. നാളെ പമ്പയിൽ വിവിധ വകുപ്പുകളുടെ അവലോകന യോഗം നടക്കും. KB ശ്രീധരൻ വിശദാംശങ്ങളുമായി ചേരുന്നു. ശ്രീധരൻ, ഗുഡ് മോർണിംഗ്. ക്രിസ്മസ് ദിനാശംസകളും നേരുന്നു. ഈ അവലോകന യോഗം എന്തുമായി ബന്ധപ്പെട്ടാണ്, എന്തൊക്കെ കാര്യങ്ങളിലാണ് തീരുമാനവും മാറ്റവും സുരക്ഷാ ക്രമീകരണങ്ങളും ഒക്കെ ഉണ്ടായിട്ടുള്ളത്? വിശദാംശങ്ങൾ എന്ത്, ശ്രീധരൻ? മോത്തി, ഗുഡ് മോർണിംഗ്. ശബരിമലയിൽ ഏതായാലും ഭക്തജന തിരക്ക് തുടരുന്നുണ്ട്. കഴിഞ്ഞ 3 ദിവസവും ഏതാണ്ട് 1 ലക്ഷത്തിൽ അധികം അയ്യപ്പന്മാർ സന്നിധാനത്തേക്ക് എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ മണ്ഡലപൂജയാണ്. അതിനുള്ള ക്രമീകരണങ്ങളാണ് പ്രധാനമായിട്ടും സന്നിധാനത്ത് പുരോഗമിക്കുന്നത്. ഭക്തജനങ്ങളെ മണ്ഡലപൂജാ ദിവസവും തങ്കയങ്കി ഘോഷയാത്രയുമായി വരുന്ന ദിവസവും ഭക്തജനങ്ങളെ നിയന്ത്രിച്ചായിരിക്കും സന്നിധാനത്തേക്ക് കടക്കുക. ഏതായാലും അതിന്റെ ക്രമീകരണങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ നമ്മോടൊപ്പം സന്നിധാനം SO ചേരുന്നുണ്ട്. സാർ, എന്തൊക്കെ നിയന്ത്രണങ്ങളാണ് തങ്കയങ്കി ഘോഷയാത്ര വരുമ്പോഴും മണ്ഡലപൂജയ്ക്കൊക്കെ ഉണ്ടാവും? നാളെ മുതൽ സന്നിധാനത്ത് നിയന്ത്രണങ്ങളുണ്ട്. 30,000 പേരാണ് നാളെ സ്പോട്ട് ബുക്കിംഗ് അനുവദിച്ചിരിക്കുന്നത്. ഒരു 30,000 പേരാണ് ഉള്ളത്. സ്പോട്ട് ബുക്കിംഗ് 2,000 പേര് മാത്രമേ ഉള്ളൂ. അപ്പോൾ തങ്കയങ്കി ഘോഷയാത്രയുമായി ബന്ധപ്പെട്ടാണ് ഈ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നത്. തങ്കയങ്കി ഘോഷയാത്ര പമ്പയിലെത്തിയാൽ പിന്നെ മല ചവിട്ടാൻ നിയന്ത്രണമുണ്ടോ? തങ്കയങ്കി ഘോഷയാത്ര പമ്പയിലെത്തുമ്പോൾ ആളുകൾക്ക് മല കയറാൻ തടസ്സം വല്ലതും ഉണ്ടോ, നിയന്ത്രണമുണ്ടോ? തങ്കയങ്കി ഘോഷയാത്രയുടെ ഒന്നിച്ച് ആൾക്കാർക്ക് മല കയറാൻ പറ്റില്ല. ഘോഷയാത്ര ക്ഷേത്രത്തിൽ പ്രവേശിച്ചതിന് ശേഷം പിന്നെ ആലോചിച്ച് അതിനുശേഷം മാത്രമായിരിക്കും മല കയറാൻ പറ്റുക. ഉച്ചയ്ക്ക് ശേഷം മല കയറുന്നതിന് നിയന്ത്രണം ഉണ്ട് അല്ലേ? നിയന്ത്രണങ്ങളുണ്ട്. തങ്കയങ്കി ഘോഷയാത്ര വരുമ്പോൾ മല കയറുന്നതിന് നിയന്ത്രണങ്ങളുണ്ടാവും. എനിക്ക് ഒരു കാര്യം കൂടി അഭ്യർത്ഥിക്കാനുണ്ട്. ഇപ്പോൾ ഒരു കാണുന്ന പ്രവണത എന്ന് വെച്ചാൽ പുൽമേട് വഴി ഒരുപാട് തീർത്ഥാടകർ, 5000-ൽ കൂടുതൽ തീർത്ഥാടകർ പുൽമേട് വഴി വരുന്നുണ്ട്. അത് എന്ന് വെച്ചാൽ ആരോഗ്യമുള്ള ആൾക്കാർ മാത്രം പുൽമേട് വഴി വന്നാൽ മതിയാണ് എൻ്റെ ഒരു അഭ്യർത്ഥന. സ്ത്രീകളാണെങ്കിലും കുട്ടികളാണെങ്കിലും വയസ്സായ ആൾക്കാരാണെങ്കിലും ആരോഗ്യമുള്ളവർ അതുവഴി വന്നില്ലെങ്കിൽ ഒരുപാട് ആൾക്കാർ വരുന്ന വഴിയിൽ 7 കിലോമീറ്റർ ദുർഘടമായ പാതയാണ്. ചെങ്കുത്തായ ഇറക്കവും കയറ്റവും ഒക്കെ ഉള്ളതാണ്. അതുവഴി ഒരുപാട് ഭക്തർ കുഴഞ്ഞു വീണ് പോലീസ് സ്ട്രെച്ചറിലാണ് അവരെ ഹോസ്പിറ്റലിൽ എത്തിക്കുന്നത്. ഹോസ്പിറ്റലിൽ എത്തിക്കാനും ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് ദയവ് ചെയ്ത് ഈ പുൽമേട് വഴിയുള്ള യാത്ര ആരോഗ്യമുള്ളവർ മാത്രം തിരഞ്ഞെടുക്കണം. റീൽസോ മറ്റോ കണ്ടിട്ട് നിങ്ങൾ അതുവഴി വരരുത് എന്നാണ് എൻ്റെ ഒരു അഭ്യർത്ഥന. താങ്ക് യു. ആ വഴി വരുന്നതിന് നിയന്ത്രണമുണ്ടോ ഈ മണ്ഡലപൂജ ദിവസത്ത്? പരമ്പരാഗത പാതകൾ വരും. അതിപ്പോൾ 1500 ആൾക്കാർ മാത്രമേ വരാൻ പാടുള്ളൂ എന്ന് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഈ ഭക്തരുടെ സുരക്ഷിതത്വം കണക്കിലെടുത്താണ് അത്. കാരണം നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഭക്തർക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ അതുവഴി അനുഭവപ്പെടുന്നുണ്ട്. താങ്ക് യു. തീർച്ചയായിട്ടും അതൊക്കെയാണ് നിയന്ത്രണങ്ങൾ. 30,000 പേർക്ക് മാത്രമേ വെർച്വൽ ക്യൂ വഴിയുള്ള ദർശനമുണ്ടാകൂ. 2,000 പേർക്ക് മാത്രമേ സ്പോട്ട് ബുക്കിംഗ് ഉണ്ടാകൂ. അങ്ങനെ കനത്ത നിയന്ത്രണങ്ങൾ സന്നിധാനത്ത് ഉണ്ടാകും അടുത്ത 2 ദിവസങ്ങളിൽ. ഇന്നും താരതമ്യേന സാമാന്യം ഭേദപ്പെട്ട തിരക്ക് തന്നെയാണ് സന്നിധാനത്തുള്ളത്. ഇന്നലെയും 1 ലക്ഷത്തിലധികം അയ്യപ്പന്മാർ മലചവിട്ടി ദർശനം നടത്തി മടങ്ങിയിരുന്നു. ഇന്നും തിരക്കിന് കാര്യമായിട്ട് കുറവില്ല. ഏതായാലും ഇന്ന് പൊതു അവധി ദിനമാണ്. കൂടുതൽ ആളുകൾ എത്താനുള്ള ഒരു സാധ്യത നിലനിൽക്കുന്നുണ്ട്. ഏതായാലും സന്നിധാനത്ത് ഇപ്പോൾ ഉഷപൂജ അവധി കൂടി ആയതുകൊണ്ട് ഈ പറഞ്ഞതുപോലെ തിരക്ക് കൂടാനുള്ള സാധ്യതയുണ്ടാവും. ഏതായാലും അവലോകന യോഗത്തിൽ എല്ലാ കാര്യങ്ങളും തീരുമാനിച്ചിട്ടുണ്ട്. സുരക്ഷാ ക്രമീകരണങ്ങൾ എങ്ങനെയാണ്, തിരക്ക് നിയന്ത്രിക്കേണ്ടത് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ഉണ്ട്.